നമസ്കാരം, ഞാൻ ഡോക്ടർ ഷഹന. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൺജക്റ്റിവൈറ്റിസിനെ കുറിച്ചാണ്. സാധാരണയായിട്ട് നമ്മൾ ചെങ്കണ്ണ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇതിന് പിങ്ക് ഐ എന്നും പറയാറുണ്ട്. കണ്ണിനെ കവർ ചെയ്യുന്ന ഒരു ക്ലിയർ വൈറ്റ് മെമ്പറൈൻ ഉണ്ട്. ഇതിനും അതുപോലെ തന്നെ കൺപോളയുടെ ഉള്ളിലും വരുന്ന ഇൻഫ്ലമേഷനെയാണ് കൺജക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. കോമൺ കോൾഡ് കാരണം ഉണ്ടാകുന്ന കൺജക്റ്റിവൈറ്റിസ് വൈറൽ കൺജക്റ്റിവൈറ്റിസ് ആണ്. ഇത് അഡിനോ വൈറസസ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഹൈലി കണ്ടേജിയസ് ആയിട്ടുള്ളത് ബാക്ടീരിയൽ കൺജക്റ്റിവൈറ്റിസ് ആണ്. അത് സ്റ്റെഫൈലോകോക്കസ് അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് ഒക്കെ ബാക്ടീരിയ കാരണം ഉണ്ടാവുന്നതാണ്. അലർജിക് ആയിട്ടുള്ള പൊള്ളൻസ് കൊണ്ട് നമ്മൾ വളർത്തുന്ന പെറ്റ്സിന്റെ പൊടിയൊക്കെ കാരണം നമുക്ക് ഉണ്ടാവുന്ന അലർജിക് ആയിട്ടുള്ള കൺജക്റ്റിവൈറ്റിസ് ഇത് രണ്ട് കണ്ണിനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കൺജക്റ്റിവൈറ്റിസ് ചില കെമിക്കൽസ് കൊണ്ട് കോണ്ടാക്ട് ലെൻസസിന്റെ സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കോണ്ടാക്ട് ലെൻസസ് വെക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ചില ഫോറിൻ ബോഡീസ് നമ്മുടെ കണ്ണിൽ പോയി കഴിഞ്ഞാലും ഇതുപോലെ തന്നെ കൺജക്റ്റിവൈറ്റിസ് വരാറുണ്ട്. സാധാരണയായിട്ട് ചൂട് കാലത്ത് കൺജക്റ്റിവൈറ്റിസ് കൂടുതലായിരിക്കും. കണ്ണുസോക്കട് കൂടുതലും കാണുന്നത് ചൂട് കാലത്താണ്. കാരണം ഈ സമയത്ത് എയർ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അതുപോലെ തന്നെ പൊള്ളൻസും ഡസ്റ്റും ഒക്കെ സ്പ്രെഡായി കിടക്കുന്ന ഒരു സമയമായിരിക്കും. അത് കണ്ണിലേക്ക് അടിച്ചിട്ടാണ് ഈ കൺജക്റ്റിവൈറ്റിസ് ഈ സമയത്ത്, അതും ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലും ആയതുകൊണ്ടാണ് കൺജക്റ്റിവൈറ്റിസ് കൂടുതലായിട്ടും ചൂട് കാലത്ത് ഉണ്ടാവുന്നത്. സിംറ്റംസ് പറഞ്ഞല്ലോ, കണ്ണ് ആകെ ചുവന്ന് കിടക്കുക, നല്ല ചുവന്ന കണ്ണായിരിക്കും, ചൊറിച്ചിലുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു പുകച്ചിലുണ്ടായിരിക്കും, കണ്ണിലിങ്ങനെ എന്തോ കരട് തടയുന്ന പോലെ ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാവുക. തിക്കായിട്ടുള്ള യെല്ലോ അല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും ബാക്ടീരിയൽ കൺജക്റ്റിവൈറ്റിസിന്. വാട്ടറി ക്ലിയർ ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും വൈറൽ അല്ലെങ്കിൽ അലർജിക് ആയിട്ടുള്ള കൺജക്റ്റിവൈറ്റിസിന്. കൺജക്റ്റിവൈറ്റിസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, രാത്രി ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ കണ്ണ് തുറക്കാൻ കഴിയൂല. കണ്ണ് തുന്നി വെച്ചതുപോലെ ആയിരിക്കും നിൽക്കുക. സാധാരണയായിട്ട് 1-2 ആഴ്ച കൊണ്ട് മാറുന്ന ഒരു കണ്ടീഷനാണ്. വൈറലോ ബാക്ടീരിയലോ അലർജിക്കോ എന്താണോ കണ്ടീഷൻ, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്സ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം എടുക്കുക. ചൂടാക്കി തണുപ്പിച്ചാറിയ വെള്ളം കൊണ്ട് കണ്ണ് വൃത്തിയാക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ആയുർവേദ രീതിയിൽ കൊത്തമല്ലി ഇട്ട വെള്ളം കൊണ്ടൊക്കെ കണ്ണ് കഴുകലും ത്രിഫല വെള്ളം കൊണ്ട് കണ്ണ് കഴുകി വൃത്തിയാക്കൽ, ഇങ്ങനത്തെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. കൺജക്റ്റിവൈറ്റിസ് വന്നു കഴിഞ്ഞാൽ കൈ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കണം. അതുപോലെ തന്നെ എപ്പോഴും കണ്ണ് റബ്ബ് ചെയ്യുന്നത് ഒഴിവാക്കണം. സാധാരണ കൺജക്റ്റിവൈറ്റിസ് സ്പ്രെഡ് ചെയ്യാൻ ചാൻസസ് ഉള്ളത് കൊണ്ട് ഒരാൾ യൂസ് ചെയ്ത ടവൽസ്, പില്ലോ കവേഴ്സ്, ഗ്ലാസസ് ഇങ്ങനത്തതൊന്നും വേറൊരാൾ യൂസ് ചെയ്യാതിരിക്കുക. കോണ്ടാക്ട് ലെൻസസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് താൽക്കാലികമായിട്ട് ഒഴിവാക്കി വെക്കാം. താങ്ക് യു.